നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ തോൽവി സമ്മതിച്ചേക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മാധവേട്ടന്റെ സുഹൃത്തായ സോമേട്ടനല്ലേ ഈ ആലോചന കൊണ്ടുവന്നത്? ഇത് നടക്കില്ലെന്ന് സോമേട്ടനെ വിളിച്ചു പറയണം. മുമ്പ് കല്യാണത്തിന്റെ വക്കോളം എത്തിയതല്ലേ? 2 മണിക്കൂറുടെ കഴിഞ്ഞിരുന്നെങ്കിൽ കല്യാണം. പക്ഷെ എന്താ സംഭവിച്ചത്? മരണം ആ രാജീവിനെ കാർന്നു തിന്നില്ലേ? ഇപ്പൊ വരാൻ പോകുന്ന കല്യാണാലോചനയും നടക്കില്ല. അവര് വരുമെന്ന് കരുതി ഞാൻ ഇവിടെ നിന്നാലേ ബിസിനസിനായി ഞാൻ മുടക്കിയ പണം മുഴുവൻ പാഴായി പോകും. എനിക്കിപ്പോ വലുത് എന്റെ ബിസിനസ്. ഇനി അഥവാ കല്യാണാലോചന വന്നാലും നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നങ്ങ് ഫിക്സ് ചെയ്യേ. പാവ ആ പയ്യൻ, അവന്റെ വിധി മരണമായിരിക്കും. മരണം. അതൊക്കെ പോട്ടെ, ഞാൻ പോയിട്ട് വരാം. കേട്ടോ? നീ പോവാണോ? അപ്പൊ നീ വന്ദനയുടെ പെണ്ണ് കാണൽ ചടങ്ങിൽ നിൽക്കുന്നില്ലേ? ഓ, പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഒരു വഴിക്കങ്ങ് നടക്കുമെന്നേ. എന്റെ ജോലി അങ്ങനെയൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. ഏട്ടനെ പോലെ ആപ്പോ ഗുമസ്തപ്പണിയൊന്നും അല്ല. ലക്ഷങ്ങൾ മുടക്കി റിസ്ക് എടുത്ത് ചെയ്യുന്ന ബിസിനസ്സാണ്. നടക്കുവോ നടക്കില്ലോ എന്ന് അറിയാൻ പാടില്ലാത്ത കല്യാണത്തിന് വേണ്ടി സമയം പഴക്കാൻ എന്റെ കയ്യിൽ തീരെ സമയമില്ല. തടിപിടി പോലെ ഇവിടെ ഏട്ടനുണ്ടല്ലോ. മനോജിന്റെ സഹോദരൻ സ്ഥാനം കൂടി ഏട്ടൻ ഏറ്റെടുത്തു. എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? ലക്ഷങ്ങൾ കുടുംബസ്വത്തായി കിട്ടിയ മനോജിന് സഹോദരി സ്നേഹം ഇല്ലെങ്കിൽ ഒന്നും കിട്ടാത്ത ഞാൻ എന്തിനാണ് ഈ സഹോദരി സ്നേഹം കാണിക്കുന്നത്? ഞാനേ ജോലിക്ക് പോവാ. വന്ദനയുടെ കല്യാണം നടക്കാത്തതേ ജാതകദോഷം കൊണ്ടല്ല, സഹോദരദോഷം കൊണ്ട. എന്താ നീ പറഞ്ഞേ? വന്ദനയുടെ കല്യാണം നടക്കാത്തതിന്റെ പ്രധാന കാരണം നിങ്ങളെ പോലുള്ള സഹോദരന്മാരുള്ളതുകൊണ്ടാണ്. എന്തേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പ്രകാശ് ചേട്ടന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. നിങ്ങളൊക്കെ ആ അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതല്ലേ? അച്ഛൻ കഷ്ടപ്പെട്ട നിങ്ങളൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. പണം കൊടുത്ത് സഹായിക്കണ്ട, അതിന്റെ നന്ദിയെങ്കിലും കാണിച്ചൂടെ? നീയൊന്നും വായടയ്ക്കുന്നുണ്ടോ? തുറക്കാനും ഉദ്ദേശമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ മക്കള് കാരണം തുറക്കേണ്ടി വന്നു. ക്ഷമിച്ചു കളാം. പ്രകാശന്റെ നല്ല മനസ്സ് കാണാൻ ഇവിടെ ഭാര്യയ്ക്ക് പോലും കഴിയണില്ലേ? അല്ല മോനെ, നീ പോവാണോ? പോണം, അർജന്റ് വർക്കുണ്ട്. മോനെ, വന്ദനെ കാണാൻ ആൾക്കാർ വരുമ്പോ ഒരു സഹോദരനെങ്കിലും വീട്ടിലുണ്ടാവണ്ടേ? ഉച്ചവരെ ലീവ് എടുത്താ മതി. ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ നിനക്ക് പോവുകയും ചെയ്യാലോ. നീ പണം ഒന്നും ചെലവാക്കണ്ട. സഹോദരന്റെ സ്ഥാനത്തൊന്നും നിന്ന് തന്നാ മാത്രം മതി. എന്നെ പോലൊരു സഹോദരന്റെ സ്ഥാനത്ത് നിൽക്കാൻ കടമപ്പെട്ടവനല്ലേ മനോജും? അവൻ ബിസിനസ് എക്സിക്യൂട്ടീവിന്റെ വേഷമിട്ട് പറന്നങ്ങ് പോയില്ലേ? ഒഴിവാക്കാനാവാത്ത മീറ്റിംഗ് ആണ് പോലും. അതുപോലെ ഒഴിവാക്കാനാവാത്തൊരു മീറ്റിംഗ് എനിക്കുണ്ട്. എന്റെ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ഇന്ന് റിട്ടയർ ചെയ്യുന്നു. എനിക്കാണ് ഇനി ആ ചാർജ്. മുൻ സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ചാർജുള്ളയാള് ഔദ്യോഗികമായ ചുമതലകൾ ഏറ്റെടുക്കണം. അതൊഴിവാക്കാൻ പറ്റില്ല. അമ്മ ലക്ഷങ്ങൾ തന്നോ എന്നെ സഹായിക്കൊന്നും വേണ്ട, മറ്റൊരു സഹായം ചെയ്താൽ കൊള്ളാം. അതെ, ഇപ്പോൾ ഉള്ള ജോലി കൂടി തെറിപ്പിക്കരുത്.
സഹോദരന്മാരില്ലാത്ത പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുന്നില്ലേ? അതുപോലെ ഇത് നടക്കുമെന്ന് സമാധാനിക്കുക. സമാധാനിക്കാൻ പറ്റുന്നില്ല മാധവേട്ട. മക്കളുടെ മുമ്പില് എല്ലാ കാര്യങ്ങൾക്കും തോറ്റു കൊടുക്കല്ലേ നമ്മള്. ഇവിടെയും തോൽവി സമ്മതിച്ചേക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മാധവേട്ടന്റെ സുഹൃത്തായ സോമേട്ടനല്ലേ ഈ ആലോചന കൊണ്ടുവന്നത്. ഇത് നടക്കില്ലെന്ന് സോമേട്ടനെ വിളിച്ചു പറയണം. സഹോദരങ്ങളെ സഹകരിക്കാത്ത ഒരു ബന്ധം എന്റെ മോൾക്ക് വേണ്ട. എന്തിനു മാധവേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. അങ്ങനെ തളർന്നു പോകാതെ ചന്ദ്രു. കോടിക്കണക്കിന് സ്വത്തും സ്ഥാനമാനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങി തിരിച്ച ചന്ദ്രിക, അന്നത്തെ ആ ചന്ദ്രികയുടെ ചങ്കൂറ്റവും ആത്മബലവുമാണ് ഇന്ന് ഈ ചന്ദ്രികയിൽ എനിക്ക് വേണ്ടത്. ഈ ജന്മം വിവാഹമേ വേണ്ട എന്ന നിലപാടിൽ നിന്ന് വന്ദനയ്ക്ക് മാറ്റം ഉണ്ടായില്ലേ? ആ മനംമാറ്റം നമുക്കൊരു വലിയ ശക്തിയാ. ആ ശക്തിയും നിന്റെ ആത്മബലവും ഉറച്ച നിലപാടും കൂടി ആവുമ്പോ അത് മഹാശക്തിയാവും. അത് മതി കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കാൻ. നമുക്ക് ആൺമക്കളുടെ സഹായമൊന്നും വേണ്ട. മൂന്നാമതൊരു മകൻ കൂടിയുണ്ട് നമുക്ക്, വിക്രം. അവന്റെ സഹകരണം മാത്രം മതി നമുക്ക്. ഹലോ അച്ഛാ. ആ മോളെ, ഒരു വിശേഷം അറിയിക്കാനാ വിളിച്ചത്. വന്ദനെ പെണ്ണ് കാണാൻ ഇന്നൊരു പാർട്ടി വരുന്നുണ്ട്. ചേച്ചി പെണ്ണ് കാണാനോ? ചേച്ചി അതിന് സമ്മതിച്ചോ? അതൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. നീയും വിക്രമോ എന്തായാലും എത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.